വളരെ ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഹൗല. ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. ലാ ഹൗല മുറുകെ പിടിച്ചവന് ദാരിദ്ര്യം ഉണ്ടാവൂല, സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകും, ഒരു വിഷമം ഉണ്ടാവൂല. ഒരാളുടെ മുന്നിൽ പോയിട്ട് 5000 രൂപ കൊണ്ടുവന്ന് ഞാൻ അടുത്ത ആഴ്ച തരാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂല. ഇത് ചെല്ലുന്നവന്, ചെല്ലാത്തവനല്ല. ഇത് മുടങ്ങാതെ പണിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 രീതി കൊണ്ട് വിലായത്ത്. ഒന്ന് വഹബിയാണ്, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോഴേ അള്ളാഹു കൊടുത്തതാണ് വിലായത്ത്. മറ്റൊന്ന് കസബിയാണ്, പരിശ്രമത്തിലൂടെ വിലായത്ത് ലഭിക്കും. തഴവ ഉസ്താദൊക്കെ ആ നിലയ്ക്ക് നേടിയെടുത്തവരാണ്. കസബിയാണ് എന്ന് പറഞ്ഞാൽ അവർ പണിയെടുക്കുകയാണ്. നിസ്കാരം, അതുപോലെ തന്നെ അതിന് ശേഷം മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകൾ, എല്ലാ സുന്നത്തുകളും കറക്റ്റായിട്ട് മേടിച്ചു, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോയി 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 മസാല അബ്ദീ ബിൻ നവാഫിലി അഖ്റുബു ഹത്താ അകൂന ലഹു യദം വ അർജുല. കയ്യും കാലുമൊക്കെ അല്ലാഹു ആവും. അങ്ങനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ രീതിയിലേക്ക് എത്തും. അതാണ് കസബി. അതിന് പണിയെടുക്കണം, അതിന് നമസ്കാരം വളരെ ചിട്ടയാകണം. നമുക്കിടയിൽ ജീവിച്ചവരൊക്കെയാണ് ഈ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയിട്ടുള്ളത്. സിഎം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനാണ്. മനസ്സിലാക്കണം നമ്മൾ. പക്ഷെ വിലായത്തിന്റെ മർത്തബയിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോവാണ്, കറാമത്തിന്റെ ഹരികാരിലേക്ക്. കറാമത്ത് കാണിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കൂടുക, അമാനുഷികമാകുന്ന കഴിവുകൾ കാണിക്കുമ്പോൾ. അത് മാത്രം വേഗം ഇൻഷാ അല്ലാഹ് 11 മണിയാകുമ്പോൾ നമുക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പോകണം. അല്ലാഹ് സമയം കഴിയാറി. വേണ്ട, ഇവിടെ ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ ക്യാമറ റഖീബ് അതീദ് അലൈഹിമുസ്സലാം. 2 മലകളുണ്ട്. ഇതൊക്കെ പണ്ട് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചപ്പോൾ ഒന്ന് കേട്ടതാണ്. പിന്നെ നമുക്കൊരു ചിന്തയേ ഇല്ല ഇങ്ങനെ 2 പേരുണ്ട് എന്ന്. ഇതൊക്കെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാ. ഖുർആൻ പറഞ്ഞാൽ അതിനെ വിശ്വസിച്ചോണം, അവിശ്വസിക്കുന്നവൻ കാഫിറാണ്. ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് അവിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ അവൻ കാഫിറാവും. നേരം വിളിക്കാനൊന്നും ഇല്ല, ആരും സർട്ടിഫിക്കറ്റ് തരണ്ട. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا رسول الله صلى الله عليه وسلم. മലക്കുകൾ എഴുതിയതൊക്കെ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെ മലക്ക് രേഖപ്പെടുത്തും. മലക്ക് രേഖപ്പെടുത്താൻ പറയും നിന്നോട്. നീ സ്വന്തമായിട്ട് ഇരുന്ന് എഴുതണം. എവിടെ? എരമത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ. നിന്നെ അല്ലാ, ഒരുപാട് ആളുകൾ റൂഹേ ബയാൻ കുടുംബാദികൾ ഈ മജ്‌ലിസിലുള്ളവരുണ്ട്, ഈ സദസ്സിൽ തന്നെ ലൈവായി കേൾക്കുന്ന ആയിരങ്ങളുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും അവരവനാൽ കഴിയുന്ന ഒരു തുക ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. എത്രയെത്ര ചെറുപ്പക്കാരാണ്, ചെറിയ മക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. ഈ മാനാറിനെ തന്നെ നടുക്കിയതാകുന്ന മരണം. മുഹമ്മദ് ഇർഫാൻ എന്ന പൊന്നുമോന്, ഒരു കൊച്ചുകുട്ടി പോലും മരണപ്പെട്ടു പോയില്ലേ. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പയെയും ഉമ്മയും ഒന്ന് കണ്ടു. അല്ലാഹുവേ, അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഈ സമയത്തും ഹൃദയം വല്ലാതെ നടുങ്ങുകയാണ്, ഹൃദയം വല്ലാതെ വിറക്കുകയാണ്. മക്കളെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ കണ്ണീരോടുകൂടി നിലകൊള്ളുന്ന മാതാപിതാക്കൾ, അല്ലാഹു അവർക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഏത് സമയത്താണ് എവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പറയാൻ പറ്റൂല. മാന്നാർ ടൗൺ പള്ളിയിൽ ഈ വിനീതൻ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് റബീഉൽ അവ്വൽ പ്രഭാഷണത്തിൽ വരുമ്പോഴൊക്കെ ആ പൊന്നുമോൻ വന്നുകൊണ്ട് ഉസ്താദേ എനിക്ക് ഹാഫിളാകണം, എനിക്ക് ആലിമാകണമെന്ന് പറഞ്ഞ്
എപ്പോഴും വാപ്പയോടൊപ്പം വന്നുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കാറുള്ള മകനാണ്. ഒരുപാട് അലിമീങ്ങളും സാദാത്യങ്ങളുമായിട്ട് ബന്ധമുള്ള കുടുംബമാണ്. എന്നിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ആ പൊന്നുമോനെ കൊണ്ടുപോയില്ലേ അവന്റെ ചാരത്തേക്ക്. ഇത് റബ്ബിന്റെ വിധി മാത്രമാണ്, അത് പടച്ച റബ്ബിന്റെ വിധി മാത്രമാണ്. നന്മയിൽ ജീവിക്കുന്ന, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്ന, ബുർഉദ്ദാഇനെ ഇഷ്ടപ്പെടുന്ന, ഹബീബായ നബി തങ്ങളെ പ്രേമിച്ചുകൊണ്ട് അനുരാഗത്തിന്റെ അലമാലകൾ തീർത്തുകൊണ്ട് പ്രവാചക പൊങ്കവനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പൊന്നുമോനെ ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് അല്ല അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അവൻ കൊണ്ടുപോയതിൽ അതിശയോക്തിയില്ല. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരായ യുവാക്കളെ, ഞാനും നിങ്ങളും മരണത്തെക്കുറിച്ച് ഒരു വേളയൊന്ന് ചിന്തിക്കണം. ഈ രമത്തൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ എത്രയെത്ര പൂർവ്വസൂരികൾ അന്ത്യവിശ്രമം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളില്ലേ, നമ്മുടെ കൂട്ടുകുടുംബാദികളില്ലേ, നമ്മുടെ ബന്ധുമിത്രാദികളില്ലേ, നമ്മുടെ സഹോദരങ്ങളില്ലേ, നമ്മുടെ സുഹൃത്തുക്കളില്ലേ, നമ്മുടെ അയൽവാസികളായി നമ്മളോടൊപ്പം എപ്പോഴും സൊറ പറഞ്ഞിരുന്ന, വൈകുന്നേര സമയത്ത് അരമതിലിന്റെ ചാരത്ത് വന്നിരുന്നുകൊണ്ട് നിന്നോട് കഥ പറഞ്ഞിരുന്ന എത്രയെത്ര ഉമ്മമാര്, എത്രയെത്ര ചെറുപ്പക്കാരികളാണ് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്നത്. എത്രയെത്ര ആളുകളുടെ മുഖത്തേക്കാണ് പിടിമണ്ണ് വാരിയിട്ടത് ചെറുപ്പക്കാരാ. എന്നിട്ടും നിനക്ക് മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ പോയോ? ഈ അടുത്തടുത്ത് എത്രയെത്ര സിനിമാ നടന്മാരാണ്, നടിമാരാണ് മരണപ്പെട്ടു പോയത്. ആരാണ് മരിക്കാത്തത്? ലോകം കണ്ട് വിറപ്പിച്ചതാകുന്ന ഫിറഔൻ പോയില്ലയോ? ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ഹിറ്റ്ലർ മരണപ്പെട്ടു പോയില്ലയോ? നമ്രൂദ് മരണപ്പെട്ടു പോയില്ലയോ? മരണത്തിന് കീഴടങ്ങാത്തത് ആരാണ്? ചെറുപ്പക്കാരാ. എല്ലാ സ്വേച്ഛാധിപതികളും എല്ലാ ഏകാധിപതികളും മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നാണയത്തിന്റെ മറുവശത്ത് ഫോട്ടോ പതിച്ചതാകുന്ന ആളുകൾ വരെ ഇന്ന് മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഒരാൾ പോലും ജീവിച്ചിരിക്കുന്നില്ല. മാക്സിമം 100 വയസ്സ്, അല്ല 150 വയസ്സ്, അതിനപ്പുറത്തേക്ക് ആയുസ്സില്ലാത്ത കാലഘട്ടം. ചിന്തിക്ക് മനുഷ്യ, നീ എന്താണ് വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ദുനിയാവിൽ കള്ളുകുടിച്ച് രഹസ്യമായ രീതിയിൽ, മോശപ്പെട്ട രീതിയിൽ വീഴ്ച നടത്തി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങളെ, പാതിരാത്രി സമയത്ത് ഭർത്താവ് അറിയാതെ കാമുകനെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ടുകൊണ്ട് അവനെ വിളിച്ചു കയറ്റി അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉളുപ്പില്ലാതെ നാണമില്ലാതെ വെമ്പൽ കൊള്ളുന്ന പെങ്ങളെ, മാനാറിലുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, എന്തേ നിനക്ക് പറ്റിപ്പോയി? നീ എന്തേ സയ്യിദവറുകളെ മറന്നുപോയോ? ആത്മീയതയുടെ പ്രഭ നിങ്ങൾക്ക് വാരി വിതറിയ നിന്റെ മാതാപിതാക്കളെ ഈമാനികമാകുന്ന പ്രഭയിലേക്ക് കൊണ്ടുവന്ന, ആത്മീയമാകുന്ന ജാലയിലേക്ക് എത്തിച്ച നിന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബാദികളെ ജീവസുറ്റതാകുന്ന പ്രഭാപുരത്തിലേക്ക് കൊണ്ടുവന്നതാകുന്ന ഈ മഹാന്മാര് ജീവിച്ചിരിക്കേ, അവർ ഖബറിലാണെങ്കിലും അവർ ജീവിച്ചിരിക്കുകയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കേ തെറ്റ് ചെയ്യാൻ പെങ്ങളെ നിനക്കെങ്ങനെയാണ് തോന്നിയത്? ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാണ് തോന്നിയത്? പാതിരാത്രി സമയം മാത്രമല്ല, പകലിൻ്റെതാകുന്ന സമയങ്ങളിൽ പോലും കള്ളു കുടിക്കുന്നവരില്ലയോ? ലഹരി നുണയുന്നവരില്ലയോ? കഞ്ചാവിനടിമപ്പെട്ട ചെറുപ്പക്കാരില്ലയോ? ഡ്രഗ്സിനടിമപ്പെട്ട ആളുകളില്ലയോ? അത്തരത്തിലുള്ള സാധനങ്ങൾ കൈമാറ്റം ചെയ്യരുത്, അത് വിൽക്കരുത്, അത് കൊടുക്കരുത് എന്ന് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയിലെ ഉൽപ്പന്നങ്ങൾ വരെ രഹസ്യമായി നാവിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ വരെ നമസ്കരിക്കാൻ മടിയില്ലാതെ കടന്നു വരാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാരായ യുവാക്കളെ, നിനക്കെന്ത് പറ്റിയടാ? നീ എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ വഞ്ചിക്കുന്നത്? ആ ഭാര്യ നിനക്ക് നൽകിയ സ്നേഹം എത്ര വലിയ ലാളിത്യത്തിന്റെ ആയിരുന്നു, എത്ര വലിയ സത്യത്തിന്റെ ധൂപമായിരുന്നു. ആ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നീ മോശമായ രീതിയിൽ അന്യ സ്ത്രീകളുമായി ചാറ്റിങ് നടന്നില്ലയോ? നിന്റെ മൊബൈൽ ഫോൺ അതിന് വില്ലനായില്ലയോ? നീ അള്ളാഹുവിനെ മറന്നുപോയോ? അള്ളാഹുവിന്റെ റസൂലിനെ മറന്നുപോയോ? ആ പ്രവാചകർ മുഖേന ഈ ലോകത്തേക്ക് ദഅവത്തുമായി കടന്നു വന്നതാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധം നിനക്ക് മറന്നുപോയോ? എന്തേ ചെറുപ്പക്കാരാ നിനക്ക് സംഭവിച്ചു പോയത്? അതുകൊണ്ട് നീ മരണത്തെക്കുറിച്ച് ഒരു വേളയൊന്ന് ചിന്തിക്കണം. എല്ലാം അസ്തമിക്കുകയാണ് മരണത്തിലൂടെ. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് പോവുകയാണ്. ഇനി ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരില്ല. ഇനി നിന്റെ കൂട്ടുകാരിലേക്ക് അടുക്കാൻ പറ്റൂല. നിന്റെ മാതാപിതാക്കളെ ചീത്ത വിളിച്ചത്, നിന്റെ കൂട്ടുകാരെ തെറി വിളിച്ചത്, നീ സമൂഹത്തിൽ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിയത്, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞത്, അയൽവാസികളെ കുറിച്ച് മോശത്തരം
പറഞ്ഞു നടന്നത്, നമീമത്തിൽ ഏർപ്പെട്ടത്, കളവ് നടത്തിയത്, കളവ് മുതൽ മറ്റുള്ളവരുമായിട്ട് കൂടിക്കലർന്നുകൊണ്ട് ഭക്ഷിച്ചത് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി നീ മരിച്ചങ്ങ് കബറിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ അതാ ഒരു മലക്ക് കടന്നു വരുകയാണ്. ഇസ്മുഹു റൗമാൻ, ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, യാ അബ്ദല്ലാഹ് ഉക്തുബ് അമലക ഉക്തുബ് അമലക, അല്ലയോ അല്ലാഹുവിൻ്റെ അടിമേ, നീ നിന്റെ അമലുകളെ മുഴുവനും രേഖപ്പെടുത്തണേ. അപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, എന്താണ് രേഖപ്പെടുത്താനുള്ളത്? ഖബറിനകത്ത് വന്നിരിക്കുന്ന മനുഷ്യനോട് 25, 35, 45, 50, 60, 70, 90, 100 കൊല്ലമൊക്കെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് മോശമായ രീതിയിൽ കണ്ടുകൊണ്ടുപോയി, മോശമായ രീതിയിൽ കാതുകൊണ്ടുപോയി, സിനിമാറ്റിക് ഡാൻസുകൾ കണ്ടുകൊണ്ട്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട്, അശ്ലീല ലോകത്തേക്ക് കൈകൾ കൊണ്ടുപോയി, സിനിമാ ടാക്കീസിലേക്ക് കാലുകൾ കൊണ്ട് നടന്നുപോയി, അങ്ങനെ ഹറാമിലൂടെ ചിന്തിച്ച്, ഹറാമ പ്രവർത്തിച്ച്, ഹറാമായ രീതിയിൽ നടന്നു നീങ്ങിയതാകുന്ന മനുഷ്യൻ അവൻ ഖബറിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എന്താണ് എഴുതേണ്ടത്? മാമഈ ദവാത്തുൻ വലാ ഖിർതാസ്. ഖബറിനകത്ത് നിന്നുകൊണ്ട് റഹ്മാൻ എന്ന മലക്ക് വിളിച്ചുണർത്തിയതാകുന്ന മനുഷ്യൻ പെങ്ങളെ പറയുകയാണ്, എൻ്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എൻ്റെ കയ്യിൽ മഷിയില്ല. മാമഈ ദവാത്തുൻ വലാ ഖലമുൻ വലാ ഖിർതാസ്, എഴുതാനുള്ള പേനയില്ല, എഴുതാനുള്ള കടലാസില്ല, എഴുതാനുള്ള മഷിയില്ല. അപ്പോഴാണ് അവനോട് മലക്ക് പറയുന്നത്, കലമുക ഖിർതാസുക കലമുക കലമുക ഖിർതാസുക വമിദാദുകരീഖുക വഇസ്ബഉക കലമുക. നിന്റെ പേനയെന്ന് പറയുന്നത് നിന്റെ വിരലിന്റെ തുഞ്ചമാണ്, നിന്റെ കഫൻ പുടവയാണ് നിനക്കുള്ളതാകുന്ന പേപ്പർ എന്ന് പറയുന്നത്. നിന്റെ വിരലിന്റെ തുഞ്ചം കൊണ്ട് നിന്റെ വായിലൂടെ ഓടിക്കളിക്കുന്ന ഉമനീരിലേക്ക് വിരലെന്ന് വെച്ചിട്ട് ആ ഉമനീര് മഷിയാക്കിയിട്ട് നിന്റെ കഫംപുടയിലേക്ക് നീ ചെയ്ത അമലുകൾ മുഴുവനും രേഖപ്പെടുത്താൻ അവനോട് പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇത് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇത് പഠിപ്പിച്ചത് ഹബീബാണ്, ഇത് രേഖപ്പെടുത്തി വെച്ചത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫതാവയിൽ 8-ാം പേജിലാണ്. അതുകൊണ്ട് മുഅ്മിനേ, ഇത് ഖബറിൽ സംഭവിക്കുന്നതാണ്. അവൻ രേഖപ്പെടുത്താൻ വേണ്ടി ഓർക്കുകയാണ്, അല്ലാ ഞാൻ എന്തൊക്കെ തെറ്റാണ് ചെയ്തു പോയത്. അപ്പോഴാണ് അവന്റെ ചെറുപ്പം മുതൽ അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു വരുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചെയ്തു വെച്ചതാകുന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. അവന്റെ ചെറുപ്രായത്തിൽ മുതൽ അവൻ ചെയ്തതാകുന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും കടന്നു വരുകയാണ്. അന്യന്റെ മുതൽ കട്ടെടുത്തത്, പള്ളിയിൽ പോയപ്പോൾ ചെരിപ്പടിച്ച് മാറ്റിയത്, പള്ളിയിൽ നിറങ്ങുമ്പോൾ ഇമാമിന്റെ മൊബൈൽ ഫോൺ അറിയാതെ പോക്കറ്റിലിട്ട് പോകുന്നത്, അതിന്റെ സിമ്മോരി വലിച്ചു മാറ്റിയത്, അങ്ങനെ തുടങ്ങി ചെറുപ്പത്തിൽ മുതൽ അവൻ ചെയ്തു വെച്ചതാകുന്ന എല്ലാ കളവിന്റെ ശീലങ്ങളും അവന്റെ ഹൃദയത്തിലേക്ക് വരുകയാണ്. യജമാനെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചത്, മുതലാളി അറിയാതെ ഗൾഫിൽ നിന്ന് അറബി യത്തീംഖാനയിലാക്കിയിട്ട് കിട്ടിയതാകുന്ന നാണയക്കുട്ട് കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് സുന്ദരമായ വീട് വെച്ചുകൊണ്ട് വലിയതാകുന്ന ഗളവളപ്പിൽ പളവളപ്പിൽ വിരാജിച്ചത്, ജനം മുഴുവനും ഞെട്ടുന്ന രീതിയിൽ മാന്നാറിൻ്റെ ടൗണിൻ്റെ പരിസരത്ത് എല്ലാവരും അന്താളിക്കുന്ന വിധത്തിൽ മനോഹരമായ ബിൽഡിംഗ് സൗധം പണിതത്, അവിടെ മനോഹരമായ കച്ചവടം തീർത്തത്, അല്ലെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന് ഇൻട്രസ്റ്റിലിട്ട് പലിശക്കിട്ടിട്ട് അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ജീവിതത്തിൽ അവൻ ചെയ്ത സർവ്വതെറ്റുകളും, അവൻ കള്ളു കുടിച്ചത്, അവൻ വ്യഭിചരിച്ചത്, അവൻ സിനിമ കണ്ടത്, അവൻ സീരിയൽ കണ്ടത്,
പാതിരാത്രി സമയത്ത് ആരോരും അറിയാതെ ഇന്റർനെറ്റ് കണക്ഷൻ, വൈഫൈ കണക്ഷൻ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുത്തത് വിദ്യാഭ്യാസത്തിനാണ് എങ്കിൽ വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ രഹസ്യമായി ആ വൈഫൈ നെറ്റിലൂടെ മോശപ്പെട്ട തലത്തിലേക്ക് തൻ്റെ കണ്ണുകൊണ്ടുപോയത്, തൻ്റെ കാമുകനുമായി വീഡിയോ കോൾ ചാറ്റ് ചെയ്തത് എല്ലാം അവൾ ഓർക്കുകയാണ്, എല്ലാം അവൻ്റെ മനസ്സിലേക്ക് വരുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തു വെച്ചതാകുന്ന ഏതൊക്കെ വലിയ തെറ്റുകളുണ്ടോ, ഏതൊക്കെ ചെറിയ തെറ്റുകളുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നില്ലേ? ആ തെറ്റുകൾ മുഴുവനും ഓരോന്നോരോന്നായി രേഖപ്പെടുത്തുകയാണ്. സിഗരറ്റ് വലിച്ചത്, സിനിമ കണ്ടത്, മറ്റുള്ളവരെ മോശപ്പെട്ട രീതിയിൽ തിയേറ്ററിൽ കൊണ്ടുപോയി അവൻ്റെ ടിക്കറ്റിൻ്റെ കാശെടുത്തു കൊടുത്തുകൊണ്ട് അവനെയും പിഴപ്പിച്ചത്, എങ്ങനെയാണ് വീട് വലിപ്പിക്കേണ്ടതെന്ന് മറ്റുള്ളവനെ പഠിപ്പിച്ചത്, ഏത് വിരലാണ് ഇടയിൽ വെക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, എങ്ങനെയാണ് വലിക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, ഏത് രീതിയിൽ മൂക്കിലൂടെ ബഫ് വിടാമെന്ന് പഠിപ്പിച്ചത്. ഇങ്ങനെയെല്ലാം നിന്റെ ജീവിതത്തിൽ ചെയ്തതാകുന്ന സർവ്വ തെറ്റുകുറ്റങ്ങൾ മുഴുവനും എല്ലാം നീ അടയാളപ്പെടുത്തുകയാണ്. ഒന്നുപോലും വിട്ടുപോകുകയില്ല. ഒരു വള്ളിപുള്ളി വ്യത്യാസം പോലുമില്ലാതെ നിന്റെ കഫംപുടയിലേക്ക് എല്ലാം രേഖപ്പെടുത്തി വെച്ച് കഴിയുമ്പോ മലക്ക് കടന്നു വരുകയാണ്. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ യഖറഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഖുർആൻ പറയുകയാണ്, അവൻ രേഖപ്പെടുത്തി വെച്ചതാകുന്ന കഫംപുടയിലേക്ക് എഴുതിയതാകുന്ന അവൻ്റെ പ്രായപൂർത്തിയെത്തിയ തലം മുതൽ അവൻ മരണിക്കുന്നത് വരെയുള്ളതാകുന്ന എല്ലാ നന്മ തിന്മകളും അവൻ അക്യുറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അവനെല്ലാം അള്ളാഹു ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചതാകുന്ന സർവ്വ ഇതും കഫംപുടവ മുഴുവനും ചുരുട്ടിയിട്ട് അവൻ്റെ പിരടിയിലേക്ക് അള്ളാഹു വെച്ചു കൊടുക്കും അത്രേ. അതുമായിട്ടാണ് നാളെ മഹ്ശറിലേക്ക് വരിക. നാളെ മഹ്ശറിലേക്ക് വരുമ്പോൾ വിവസ്ത്രനാണ്, ഹുഫാതൻ ഉറാതൻ ഉറലാ, മറക്കപ്പുറത്ത് മറച്ചിരിക്കുന്ന പെങ്ങളെ, ശരീരത്തിന്റെ ന്യൂനതകളും നഗ്നതകളും മറച്ചു പിടിച്ചിരിക്കുന്ന പെങ്ങളെ, നാളെ നിങ്ങൾ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് തെളിക്കപ്പെടുക. എന്നെയും നിങ്ങളെയും ഹുഫാതൻ ഉറാതൻ ഉറലാ, ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെയാണ് ഇന്ന് നിങ്ങൾ 3 തുണ കഫംപുടവ ചുറ്റി നിസ്കാരക്കുപ്പായം ഇടിച്ചു, എല്ലാ നിലയ്ക്കും കഫംപുടവ അടക്കിയതാകുന്ന പെങ്ങളെ, നിന്നെ നാളെ കൊണ്ടുവരുന്നത് ഇതൊന്നുമില്ല. ഹുഫാതൻ ഉറാതൻ ഉറലാ, നഗ്നപാതകരായി, ചെരുപ്പില്ലാത്തവരായി, വസ്ത്രമില്ലാത്തവരായി അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരപ്പെടുമത്രേ. അന്ന് പടച്ചറപ്പിൻ്റെ മുന്നിൽ കൊണ്ടുവരുകയാണ്. അന്നാണ് അവരുടെ കൈകളിലേക്ക് കിതാബ് നൽകുന്നത്. വലത് കൈയിലാണ് നൽകപ്പെട്ടതെങ്കിൽ രക്ഷപ്പെട്ടുപോയി, ഇടത് കൈയിലാണ് എങ്കിൽ വിപത്തായി പോയി. ഈ എഴുതപ്പെട്ടത് സർവ്വതും രേഖപ്പെടുത്തിയിട്ട് കോർവ ചെയ്ത് കിതാബാക്കിയിട്ട് നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ കിതാബൊന്ന് വായിക്കണേ. ദുനിയാവിൽ ഒരുപാട് പൈങ്കിളി പുസ്തകങ്ങൾ വായിച്ചവനല്ലേ? മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി റൂമിലേക്ക് വിട്ടപ്പോൾ ലാപ്ടോപ്പിലൂടെ മൊഞ്ചത്തിയെ കണ്ടുകൊണ്ട് വീഡിയോ ചാറ്റിംഗ് ചെയ്ത ചെറുപ്പക്കാരനല്ലേ? വാപ്പയറിയാതെ ഉമ്മയറിയാതെ അന്യപുരുഷന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് ചെയ്ത പെങ്ങളല്ലേ? ഇഖ്റ കിതാബക്, നിന്റെ ഈ കിതാബൊന്ന് വായിക്കണേ. നിന്റെ ചെറുപ്പകാലഘട്ടം മുതൽ നീ പ്രായാധിക സമയത്ത് ചെയ്തു കൂട്ടിയതാകുന്ന എല്ലാ മോശത്തരങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കിതാബാണ്. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. അന്ന് നിനക്ക് ഏറ്റവും മതിയായത് അതുമാത്രമാണ്. നിന്റെ എല്ലാ അഹങ്കാരങ്ങളും കെട്ടടങ്ങുകയാണ്. നീ വലിയ വ്യക്തിത്വമായി ദുനിയാവിൽ ജീവിച്ചവനാണ്, എല്ലാം സമൂഹത്തിൽ ഇല്ലാതാവുകയാണ്. കാരണം എരമല്ലൂരിലുള്ളതാകുന്ന
ആളുകൾ മാത്രമല്ല, എരമത്തൂരിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പരിസരങ്ങളിലുള്ളതാകുന്ന വിശ്വാസികൾ മാത്രമല്ല, ഇതിൻ്റെ പരിസരങ്ങളിലുള്ളതാകുന്ന ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാർ മാത്രമല്ല, നിന്നെ അറിയുന്നവരായിട്ടുള്ള നിന്റെ മാതാപിതാക്കൾ കഴിഞ്ഞുപോയ സമൂഹവും വരാനിരിക്കുന്ന ജനകോടികളും ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് അന്തിവിശ്രമം ചെയ്യുന്ന കോടാനുകോടി ജനങ്ങളും ഇനി വരാനിരിക്കുന്ന ജനകോടികളും എല്ലാവരും നിലകൊള്ളുന്ന മഹ്ശറയിൽ നിന്റെ കിതാബങ്ങ് വായിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, നീ ചെയ്ത നീചകൃത്യങ്ങൾ, നീ ചെയ്ത തമ്മാടിത്തരങ്ങൾ, നീ ചെയ്ത മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നീ പാതിരാത്രി സമയത്ത് കണ്ടതാടുമ്പോൾ ഇളിഭ്യനാകില്ലേ മുസ്ലിമേ? ഏറ്റവും വലിയ മോശപ്പെട്ട മതല്ലേ മറ്റൊരാൾ കാണുകയെ തെറ്റ് ചെയ്യാൻ മടിക്കുന്ന നമ്മൾ? ഒരാൾ നമ്മുടെ മുന്നിൽ നിപ്പുണ്ട് എങ്കിൽ സിഗരറ്റ് വലിക്കാൻ മടിക്കുന്നതാകുന്ന ചെറുപ്പക്കാരാണ്, കള്ളു കുടിക്കാൻ മടിക്കുന്ന ചെറുപ്പക്കാരാണ്. എന്നാൽ കോടാനുകോടി ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നിന്റെ നന്മത്തിന്മകളെ മുഴുവനും വായിക്കുകയാണ്. അതിൽ നന്മകൾ നന്നേ കുറവാണ്. കാരണം സുബഹി നിനക്ക് കറക്റ്റല്ല. ഇരമല്ലിക്കുമ്പോൾ നിന്നെ എവിടെ എറിയണമെന്ന് റബ്ബ് തീരുമാനിക്കും. അയ്യുഹൽ മുജ്രിമൂൻ, നിങ്ങളൊന്ന് മാറി നിൽക്കണേ തമ്മാടികളെ. നിങ്ങളെ ഇതാ നരകത്തിന്റെ വിറകുള്ളുകളായി അള്ളാഹു ചെയ്യിച്ചിരിക്കുകയാണ്. ചില ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലാക്കിയിട്ടുണ്ട്. കാരണം അവർ ദുനിയാവിൽ മോശപ്പെട്ടതാകുന്ന ജീവിതം നയിച്ചവരാണ്. ഒരുപാട് വഅദുകൾ വർഷം തോറും കേട്ടിട്ട് പോലും ഒരു മാറ്റത്തിന് ജീവിതത്തിൽ തിരികൊളുത്താത്തവരാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവർ മാറ്റത്തിന് തിരികൊളുത്തിയവരാണ്. അവർക്കിവിടെ കത്തിച്ചു വെച്ച ട്യൂബ് ലൈറ്റിനേക്കാൾ, ഇവിടെ പ്രകാശിക്കുന്ന ലൈറ്റുകളേക്കാൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഈമാനികമാകുന്ന പ്രഭ ചൊരിഞ്ഞവരാണ്. അവർക്ക് നന്നാകണമെന്നുള്ള ചിന്തയുള്ളവരാണ്. അവർ സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ നാളെ മുതൽ അവ്വൽ വഖത്തിൽ മകനെയും കൂട്ടി വരണമെന്ന് ചിന്തിക്കുന്നവരാണ്. ഭർത്താവ് ഗൾഫിലാണ്, എൻ്റെ മകനെ പള്ളിയിൽ വിടണമെന്ന് ചിന്തിക്കുന്ന ഉമ്മയാണ്. എനിക്ക് നാളെ മുതൽ അവ്വൽ വഖത്തിൽ എൻ്റെ മകളോടൊപ്പം എഴുന്നേക്കണം, സുബഹി നമസ്കരിക്കണമെന്നുള്ള ചിന്തയുള്ളതാകുന്ന ഉമ്മയാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ചിന്തിക്കണേ, എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, റഖീബ് അതീദ് എന്ന് പറയുന്ന മലക്കുകൾ നിനക്കുള്ള രണ്ടാമത്തെ ക്യാമറയാണ് എങ്കിൽ മൂന്നാമത്തെ ക്യാമറ ആ മലക്കുകളെ അല്ലാഹു ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ക്യാമറ റഖീബ് അതീദ് അലൈഹിമുസ്സലാം അടക്കമുള്ള മലക്കുകളെ അല്ലാഹു ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ മാറും. എപ്പോഴൊക്കെ മാറും? ഓവർ ടൈമില്ല, എല്ലാവർക്കും കറക്റ്റായിട്ട് ഡ്യൂട്ടി കൊടുക്കുക. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? ഇവർക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ. അവരോടൊപ്പമുള്ളതാകുന്ന മലക്കുകളെ അള്ളാഹു ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മലക്കുകൾക്ക് ക്ഷീണമില്ല, ഭക്ഷണം കഴിക്കണ്ട, ഒന്നും വേണ്ട, ഉറക്കം വേണ്ട, ഒന്നുമില്ല. അങ്ങനത്തെ സൃഷ്ടിപ്പാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോടുള്ള ബഹുമാന ആദരവുകൾ സൂചകമായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും മലക്കുകളെ. സുബഹിക്ക് ഒരു വിഭാഗം മലക്ക് വരും. എന്നിട്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നവരോടൊപ്പം അവർ ജമാഅത്തിൽ പങ്കാളികളാവും. സുബഹി നിസ്കരിക്കും, ജമാഅത്തിലുണ്ടാവും ആ മലക്കുകൾ. സുബഹി കഴിഞ്ഞാൽ ഉടനെ അവർ എല്ലാ നന്മത്തിന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങും. ഏതുവരെ? ഇലൽ അസ്രി, അസർ വരെ ഈ മലക്കുകൾ രേഖപ്പെടുത്തും. അസർ നിസ്കാരാകുമ്പോ മറ്റൊരു വിഭാഗം മലക്ക് വരും. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകൾ വന്നിട്ടോ അവർ ഇവരോടൊപ്പം തന്നെ മോമിനികളാകുന്ന ആളുകൾ പള്ളിയിലുണ്ട്. അസർ നിസ്കരിക്കാൻ വന്നവർ, ആ അസർ നിസ്കരിക്കാൻ വന്നവരോടൊപ്പം ഇവരും അസർ നിസ്കരിക്കും. സുബഹിക്ക് വന്ന് നന്മത്തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളും ആ ജമാഅത്തിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അസർ നിസ്കരിക്കും. അസർ നിസ്കാരം കഴിയുമ്പോൾ ഈ മലക്കുകൾ റിക്കാർഡൊക്കെ ഇവരുടെ ഏൽപ്പിച്ചിട്ട് സുബഹിക്ക് വന്നതാകുന്ന മലക്കുകൾ നേരെ റബ്ബിലേക്ക് എടുക്കലേക്ക്, അള്ളാഹുവിന്റെ അടുക്കലേക്ക്. അസറിന് വന്ന മലക്കുകൾ അവിടുന്ന് പിന്നെ പണി തുടങ്ങാൻ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുന്ന പരിപാടി അവർക്ക്. അവർ സുബഹി വരെ രേഖപ്പെടുത്തും.
സുബഹി ആകുമ്പോൾ അടുത്ത മറ്റൊരു വിഭാഗം മലക്ക് വരും. എന്നിട്ട് ഈ മലക്കുകളുമായിട്ട് ഒന്നിച്ച് മോമിനീങ്ങളോടൊപ്പം തന്നെ സുബഹിക്ക് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കഴിയുമ്പോൾ റിക്കാർഡൊക്കെ കൈമാറി വീണ്ടും അവർ തുടങ്ങും. ഇങ്ങനെ റൊട്ടേറ്റാണ്, ഇതിങ്ങനെ റൊട്ടേറ്റ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് സുബഹിയും അസറും. അതുകൊണ്ടാണ് മറ്റുള്ള വക്കത്തുകളെക്കാൾ ശ്രേഷ്ഠതയാണ് ഏത്? സുബഹിയും അസറും. അസറിനെയാണ് അങ്ങനെ എണ്ണിയത്. ചില ഹദീസുകൾ അങ്ങനെയുണ്ട്. അസറിന്റെ ശ്രേഷ്ഠത അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലെഴഞ്ഞു വരുമായിരുന്നു. ഹദീസുണ്ട് അങ്ങനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും കയ്യിൽ ഒരു കവർ ഏൽപ്പിക്കും. നാളെ തങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു സംഖ്യ ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നാളെയാണ് ഏറ്റവും അതിപ്രധാനമായ ദിവസം, സയ്യിദവറുകൾ വരുന്ന ദിവസം. ആ കവർ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നൽകും കേട്ടോ. എല്ലാവരും കൊണ്ടുപോകണം. അത് നാളെ തന്നെ എല്ലാവരും നല്ലൊരു തുക ഇട്ട് തിരിച്ചേൽപ്പിക്കണം. അത് അടുത്ത ഞായറാഴ്ച കല്യാണമുണ്ട് ഉസ്താദേ, റാഹത്തെ ഒരു കവർ വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ കവർ കൊണ്ടുവെക്കാൻ അങ്ങനെ കൊണ്ടുപോയേക്കല്ലേ, കൊണ്ടുവന്നേനോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ അല്ലേ. പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ അങ്ങനെ ചില മലക്കുകളുണ്ട്. അവരാണ് മൂന്നാമത്തെ കൂട്ടർ. അവർ മൂന്നാമത്തെ ക്യാമറകളാണ്. അവരൊരുപാട് പേരുണ്ട്. ഖുർആൻ എത്ര പേരാണെന്ന് എണ്ണം പറഞ്ഞിട്ടില്ല. ഹദീസ് ഇങ്ങനെയാണ്. ഞാൻ ഹദീസ് ഒന്ന് ഓതി പറയാം, ശ്രദ്ധിച്ചോ. എന്തിനാ ഈ ആയത്തു ഹദീസൊക്കെ ഓതി പറയുന്നത്? ഒന്നുകൂടെ വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടിയാണ്. വേഗം നിർത്തും. ഇനി 2 ക്യാമറയും കൂടി